ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ടു ചങ്ങായി വ്ളോഗ്. ഇന്ന് നമ്മൾ പഠിക്കാൻ പോകുന്നത് 4ാം ക്ലാസ് ഇംഗ്ലീഷ് പേപ്പർ ബോർഡ്സ് എന്ന യൂണിറ്റാണ്. നിങ്ങൾ ആദ്യമായിട്ടാണോ നമ്മുടെ ഈ ചാനൽ കാണുന്നത് എങ്കിലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ. അതുപോലെ തന്നെ നിങ്ങൾക്ക് വീഡിയോസ് ഇഷ്ടമാവുകയാണെങ്കിൽ ലൈക്ക് ചെയ്യണേ, നിങ്ങളുടെ ഫ്രണ്ട്സിന് ഷെയർ ചെയ്ത് കൊടുക്കണേ. ഓക്കെ, ക്ലാസ്സിലേക്ക് പോകാം. ഡൗൺ ദ സ്ട്രീം, പുഴയിലൂടെ താഴോട്ട്. അന്ന ജെൻ്റ്ലി വാക്ക്ഡ് ടുവേർഡ്സ് ദ സ്ട്രീം ഓഫ് മഡി റെയിൻ വാട്ടർ. കലങ്ങിയ വെള്ളമുള്ള പുഴയുടെ നേർക്ക് അന്ന പതുക്കെ നടന്നു. ഷി ബെൻഡ് എ ലിറ്റിൽ ആൻഡ് ലോഞ്ച്ഡ് എ പേപ്പർ ബോട്ട്. ഷി ബെൻഡ് കുനിയുക. അവൾ അല്പം കുനിഞ്ഞിട്ട് അവൾ ഒരു കടലാസ് തോണി വെള്ളത്തിലേക്ക് ഇട്ടു. ഇറ്റ് സെയിൽഡ് ഡൗൺ ദ സ്ട്രീം സ്വിഫ്റ്റ്ലി ആൻഡ് പ്രൗഡ്ലി. ഇറ്റ് സെയിൽഡ്, അത് ഒഴുകി. ഡൗൺ ദ സ്ട്രീം, താഴോട്ടൊഴുകി. അഭിമാനത്തോടെ അത് വേഗത്തിൽ താഴോട്ടൊഴുകി. ഷി വെൻറ്റ് ഓൺ പ്ലേസിങ് എ നമ്പർ ഓഫ് പേപ്പർ ബോട്ട്സ് ഇൻ ദ സ്ട്രീം. കുറേയേറെ കടലാസ് വള്ളങ്ങൾ അവൾ പുഴയിലേക്ക് ഒഴുക്കിക്കൊണ്ടേയിരുന്നു. ഷി വാസ് ഡിലൈറ്റഡ്, അവൾക്ക് സന്തോഷമായി. സഡൻലി സംതിങ് ഹോറിബിൾ ഹാപ്പൻഡ്. പെട്ടെന്ന് ഭയാനകമായ എന്തോ ഒന്ന് സംഭവിച്ചു. ആൻ ആംഗ്രി ഗേൾ, ഒരു ദേഷ്യപ്പെട്ട പെൺകുട്ടി. എ ഫാറ്റ് ബോയ് പൗൺസ്ഡ് ഓൺ വൺ ഓഫ് ഹെർ ബോട്ട്സ് ആൻഡ് പുൾഡ് ഇറ്റ്. ഒരു തടിച്ച ആൺകുട്ടി അവളുടെ വള്ളത്തിൽ പിടിച്ച് വലിച്ചു. ഹി ടേൺഡ് ദ ബോട്ട് അപ്സൈഡ് ഡൗൺ. അവൻ ആ തോണി കീഴ്മേൽ മറിച്ചിട്ടു. അന്ന സ്റ്റേർഡ് അറ്റ് ദ ബോയ്. അന്ന ആ ആൺകുട്ടിയെ തുറിച്ചു നോക്കി. ഹി വാസ് ഫാറ്റ് ആൻഡ് ഡേർട്ടി. അവൻ തടിയനും വൃത്തിയില്ലാത്തവനുമായിരുന്നു. ഹി ഡിഡ് നോട്ട് മൈൻഡ് അന്നാസ് ആംഗ്രി ഫേസ്. അന്നയുടെ ദേഷ്യം കൊണ്ട മുഖമൊന്നും അവൻ ശ്രദ്ധിച്ചില്ല, അവൻ അത് വകവെച്ചില്ല. അന്ന റാൻ ഹോം. അന്ന വീട്ടിലേക്ക് ഓടി. എ സൊല്യൂഷൻ, ഒരു പ്രതിവിധി. അന്നാസ് ആണ്ട് അരുന്ധതി വാസ് സിറ്റിംഗ് ഇൻ ആൻ ആം ചെയർ. അന്നയുടെ അമ്മായി അരുന്ധതി ഒരു ചാരു കസേരയിൽ ഇരിക്കുകയായിരുന്നു. അന്നാസ് ഫേസ് വാസ് റെഡ് വിത്ത് ആങ്കർ. അന്നയുടെ മുഖം ദേഷ്യം കൊണ്ട് ചുവന്നിരുന്നു. ഷി പൗട്ടഡ് ഹെർ ലിപ്സ് ആൻഡ് സെഡ്. അവൾ അവളുടെ ചിരി കോട്ടിക്കൊണ്ട് പറഞ്ഞു. ദാറ്റ് നോട്ടി ബോയ്, ഹി ഓവർടേൺഡ് മൈ ബോട്ട്, ഷി സെഡ്. ആ ചീത്ത ചെറുക്കൻ, അവൻ എൻ്റെ തോണി മറിച്ചിട്ടു, അവൾ പറഞ്ഞു. ഡോണ്ട് വറി, ഐ വിൽ മേക്ക് അനദർ വൺ ഫോർ യു. ആൻഡ് അരുന്ധതി ട്രൈഡ് ടു കൺസോൾ ഹെർ. വിഷമിക്കാതിരിക്കെ, ഞാൻ നിനക്ക് വേറൊരെണ്ണം ഉണ്ടാക്കിത്തരാം. അരുന്ധതി അമ്മായി അവളെ ആശ്വസിപ്പിക്കാൻ ശ്രമിച്ചു. വാട്ട് ഇഫ് ഹി ടേക്സ് ദാറ്റ് വൺ ടു? അവൻ അതും എടുത്താലോ? ആ ഉണ്ടാക്കിത്തരുന്നതും എടുത്താലോ? ഓക്കെ, ദെൻ ഐ വിൽ മേക്ക് എ ഫ്യൂ മോർ ഫോർ യു. അങ്ങനെയാണെങ്കിൽ ഞാൻ നിനക്ക് കുറച്ചെണ്ണം കൂടി ഉണ്ടാക്കിത്തരും. വാട്ട് ഇഫ് ഹി ടേക്സ് ആൾ ഓഫ് ദം? അവൻ അതെല്ലാം എടുത്താലോ? നോ, ഹി വോണ്ട്. ഐ വിൽ മേക്ക് എ ഫ്യൂ ഫോർ ഹിം ആസ് വെൽ. ഇല്ല, അവൻ അങ്ങനെ ചെയ്യില്ല. കാരണം എന്താണ്? അവനും ഞാൻ കുറച്ച് വള്ളങ്ങൾ ഉണ്ടാക്കി കൊടുക്കുന്നുണ്ട്. ബട്ട് വൈ ഷുഡ് യു മേക്ക് ബോട്ട്സ് ഫോർ ഹിം? പക്ഷേ അമ്മായി എന്തിനാണ് അവന് വേണ്ടി തോണി ഉണ്ടാക്കി കൊടുക്കുന്നത്? ഹി സീംസ് ടു ബി എ പുവർ ചൈൽഡ്. അവനൊരു പാവപ്പെട്ട കുട്ടിയാണെന്ന് തോന്നുന്നു. ദെൻ വൈ കോണ്ട് ഹി മേക്ക് ദം ഹിംസെൽഫ്? ഹീ ഈസ് സോ ബിഗ്. എങ്കിൽ അവന് തനിയെ തോണി ഉണ്ടാക്കിയാൽ എന്താണ്? അവൻ വലിയ കുട്ടിയല്ലേ. മേ ബി നോ വൺ ഹാസ് ടോട്ട് ഹിം ഹൗ ടു മേക്ക് ബോട്ട്സ്. ഒരു പക്ഷേ അവനെ ഈ തോണി ഉണ്ടാക്കാൻ ആരും പഠിപ്പിച്ചിട്ടുണ്ടാവില്ല. വൈ ഡസിൻറ്റ് ഹി ഗോ ടു സ്കൂൾ? വൈ ഡസിൻ ഹി ഗോ ടു സ്കൂൾ? ഹീ ഈസ് സോ റൂഡ്. എന്താ, അവൻ സ്കൂളിൽ പോകുന്നില്ലേ? അവന് തീരെ മര്യാദയില്ല. ഓണ്ട് അരുന്ധതി ജസ്റ്റ് സ്മൈൽഡ്. ആൻറ്റി വെറുതെ ചിരിച്ചു. അവളുടെ ഈ ദേഷ്യവും വർത്തമാനമൊക്കെ കേട്ടിട്ട് ആൻറ്റി വെറുതെ ചിരിച്ചു. ഗുഡ് ഗൈഡൻസ്, നല്ല മാർഗനിർദ്ദേശം. ഇൻ നോ ടൈം എ ബോട്ട് വാസ് റെഡി ആൻഡ് ദെൻ എ ഫ്യൂ മോർ. പെട്ടെന്ന് തന്നെ, ഒട്ടും സമയമെടുക്കാതെ ഒരു തോണി തയ്യാറായി.
പിന്നീട് വേറെ കുറച്ചെണ്ണവും ഉണ്ടാക്കി. ഫൈനലി ഷീ ഗേവ് ആൾ ദ ബോട്ട്സ് ടു അന്ന ആൻഡ് സെഡ്, ഹിയർ ഗോ ആൻഡ് ഹാവ് ഫൺ. ആ തോണികളെല്ലാം അവൾക്ക് കൊടുത്തിട്ട് ആൻറ്റി അവളോട് പറഞ്ഞു, ഇതാ ഇനി നീ പോയി കളിച്ചോളൂ. ക്ലച്ചിങ് ദ ബോട്ട്സ് ടൈറ്റ്ലി അന്ന സ്റ്റാർട്ടഡ് വാക്കിംഗ് ഹെസിറ്റൻ്റ്ലി ടുവേർഡ്സ് ദ സ്ട്രീം. ഈ തോണിയൊക്കെ മുറുക്കെ പിടിച്ചുകൊണ്ട് അന്ന പുഴയുടെ നേരെ മടിച്ച് നടക്കാൻ ആരംഭിച്ചു. ദ ബോയ് വാസ് സ്റ്റിൽ ദേർ. ആ ആൺകുട്ടി അപ്പോഴും അവിടെ ഉണ്ടായിരുന്നു. ഹി ലുക്ക്ഡ് അറ്റ് ഹെർ ക്യൂരിയസ്ലി. അവൻ അവളെ ജിജ്ഞാസയോടെ നോക്കി. അന്ന ടുക്ക് ഔട്ട് 2 not so good boats and held them out. അന്ന അത്ര നല്ലതല്ലാത്ത 2 തോണികളെടുത്ത് നീട്ടിപ്പിടിച്ചു. ഹിയർ യു ആർ. ഷീ ഹാൻഡഡ് ദ ബോട്ട്സ് ഓവർ ടു ദ ബോയ് വിത്തൗട്ട് ദ ട്രേസ് ഓഫ് എ സ്മൈൽ. ഇതാ എടുത്തോ. പുഞ്ചിരിയുടെ നേരിയ ഒരു പുഞ്ചിരി പോലും ഇല്ലാതെ അവൾ ആ തോണികൾ അവന് നീട്ടി. ദ ബോയ് ടുക്ക് ദം ആൻഡ് ജസ്റ്റ് സ്റ്റുഡ് ദർ ക്വയറ്റ്ലി. ആ ആൺകുട്ടി അവ സ്വീകരിച്ചു. എന്നിട്ട് അവിടെ മിണ്ടാതെ ശാന്തനായി നിന്നു. ഹി ഡിഡ് നോട്ട് നോ വാട്ട് ടു സേ. അവന് എന്തു പറയണമെന്ന് അറിയില്ലായിരുന്നു. എ ട്രൂ ഫ്രണ്ട്ഷിപ്പ്, ഒരു യഥാർത്ഥ സ്നേഹബന്ധം. അന്ന ജെൻ്റ്ലി ലോഞ്ച്ഡ് ഹെർ ബോട്ട്. അന്ന പതുക്കെ അവളുടെ വള്ളം വെള്ളത്തിലിട്ടു. സ്വിഫ്റ്റ്ലി ദ ബോട്ട് സെയിൽഡ് ഡൗൺ ദ സ്ട്രീം. തോണി വളരെ വേഗത്തിൽ പുഴയിലൂടെ താഴോട്ടൊഴുകി. ദ ബോയ് സ്റ്റുഡ് ദർ വാച്ചിങ് ഇറ്റ്. ആൺകുട്ടി ഇത് നോക്കിക്കൊണ്ട് അവിടെ നിന്നു. എ ഫെയിൻറ്റ് സ്മൈൽ അപ്പിയർഡ് ഓൺ ഹിസ് ലിപ്സ്. അവൻ്റെ ചുണ്ടിലൊരു മങ്ങിയ പുഞ്ചിരി പ്രത്യക്ഷപ്പെട്ടു. അന്ന ലുക്ക്ഡ് അറ്റ് ദ ബോയ് ത്രൂ ദ കോർണർ ഓഫ് ഹെർ ഐസ്. അന്ന അവനെ കണ്ണിൻ്റെ കോണിക്കൂടെ അങ്ങനെ നോക്കി. സഡൻലി ഷീ സോ ദ ബോട്ട് ഗെറ്റിംഗ് കോട്ട് ഇൻ എ ഹീപ്പ് ഓഫ് മഡ് ആൻഡ് സ്റ്റോൺസ്. പെട്ടെന്ന് അവളുടെ തോണി കല്ലും ചെളിയും ഒക്കെ ചേർന്നുണ്ടായ ഒരു കൂനേമ തട്ടി നിൽക്കുന്നത് അവൾ കണ്ടു. വാട്ടർ സ്പ്ലാഷ്ഡ് അഗെയിൻസ്റ്റ് ഇറ്റ് ആൻഡ് സ്ലോലി ഫ്ലഡഡ് ഇറ്റ്. അതിന്മേൽ ഇങ്ങനെ ആ തോണിമേൽ വെള്ളം ഇങ്ങനെ തട്ടിത്തെറിക്കുകയും അത് സാവധാനം അതിൻ്റെ ഉള്ളിൽ വെള്ളം നിറയുകയും ചെയ്തു. ഇൻ എ ഫ്ലാഷ് ദ ബോയ് ജംപ്ഡ് ഇൻ ടു ദ സ്ട്രീം ആൻഡ് പുൾഡ് ദ ബോട്ട് ഔട്ട് ഓഫ് ദ വാട്ടർ. ഇൻ എ ഫ്ലാഷ്, നിമിഷത്തിനുള്ളിൽ ആ ആൺകുട്ടി പുഴയിലേക്ക് എടുത്തു ചാടി അവളുടെ തോണി വെള്ളത്തിൽ നിന്ന് എടുത്തു. ഹി ഗേവ് ഇറ്റ് ടു അന്ന. അവൻ അത് അന്നയുടെ കയ്യിൽ കൊടുത്തു. ഷീ ടുക്ക് ദ ബോട്ട് ആൻഡ് സ്മൈൽഡ്. അവൾ പുഞ്ചിരിയോടെ അത് വാങ്ങി. ദ ബോയ് സ്മൈൽഡ് ബാക്ക് പ്ലസൻ്റ്ലി. അപ്പോൾ ആൺകുട്ടിയും സന്തോഷത്തോടെ പുഞ്ചിരിച്ചു. അന്ന ജെൻ്റ്ലി പ്ലേസ്ഡ് അനദർ ബോട്ട് ഇൻ ദ സ്ട്രീം. അന്ന സാവധാനം മറ്റൊരു തോണി പുഴയിൽ വെച്ചു. ഇറ്റ് സെയിൽഡ് സ്വിഫ്റ്റ്ലി ആൻഡ് ഡ്രിഫ്റ്റഡ് പാസ്റ്റ്. അത് വേഗത്തിൽ ഒഴുകി നീങ്ങി. സൂൺ ഇറ്റ് വാസ് ഔട്ട് ഓഫ് സൈറ്റ്. പെട്ടെന്ന് അത് കണ്ണിൽ നിന്ന് മറഞ്ഞു, കാണാനില്ല. അന്ന ആൻഡ് ദ ബോയ് ലുക്ക്ഡ് അറ്റ് ഈച്ച് അതർ ആൻഡ് സ്മൈൽഡ്. അന്നയും ആൺകുട്ടിയും അങ്ങോട്ടും ഇങ്ങോട്ടും നോക്കി പുഞ്ചിരിച്ചു. അപ്പോൾ അടുത്ത വീഡിയോയിൽ കാണാം. ഓക്കെ, ബൈ.